എയർ ഇന്ത്യക്കെതിരെ കടുത്ത നടപടികളുമായി DGCA 3 പ്രധാന ഉദ്യോഗസ്ഥരെ മാറ്റണമെന്ന് നിർദ്ദേശം. ഉദ്യോഗസ്ഥരെ മാറ്റിയില്ലെങ്കിൽ ഓപ്പറേഷൻസ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യുമെന്ന് മുന്നറിയിപ്പ്. സീനിയർ ഫ്ലൈറ്റ് ഓപ്പറേറ്റിംഗ് മാനേജർ അടക്കം 3 പേരെ 10 ദിവസത്തിനകം മാറ്റണമെന്നാണ് നിർദ്ദേശം. വിവരങ്ങളുമായി ശരത് ലാൽ നമുക്കൊപ്പം ചേരുകയാണ്. ശരത് ലാൽ, എന്ത് പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്? പക്ഷെ തുടർച്ചയായിട്ടുള്ള സുരക്ഷിതമായ വീഴ്ച ചൂണ്ടിക്കാട്ടിയാണ് ഇത്തരം ഒരു നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഇപ്പോൾ നൽകിയ നോട്ടീസിനു കാരണം ഈ വൈമാനികർ, പൈലറ്റിന്റെ അടക്കമുള്ള ജോലി സ്ഥലം, അതേപോലെ തന്നെ ക്രൂവിന്റെ ഷെഡ്യൂളിംഗ് തുടങ്ങിയ നിരവധി സുരക്ഷാ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ DGCA ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ ഇത്തരമൊരു നോട്ടീസ് ഇന്ന് എയർ ഇന്ത്യക്ക് നൽകിയത്. ഈ കഴിഞ്ഞ 12-നുണ്ടായ എയർ ഇന്ത്യ അഹമ്മദാബാദിലെ തകർന്നു വീണെ തുടർന്നുള്ള പരിശോധനയിൽ 34 വിമാനങ്ങൾ ഇപ്പോൾ തന്നെ എയർ ഇന്ത്യയുടെ ഗ്രൗണ്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്, നിലത്തിറക്കിയിട്ടുണ്ട്. അവർക്ക് ഇപ്പോൾ ഫ്ലൈ ചെയ്യാനുള്ള ലൈസൻസ് ഇപ്പോൾ പുതുക്കി നൽകിയിട്ടില്ല. ഇതൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് എയർ ഇന്ത്യയിലെ ഗുരുതരമായ സുരക്ഷാ വീഴ്ചകളുണ്ട്. ഇത് DGCA വളരെ ശക്തമായ രീതിയിൽ തന്നെ നേരിടും എന്നുള്ളതാണ് കാണിക്കുന്നത്. ഏതായാലും ഇപ്പോൾ നിലവിൽ ഇതിനു പുറമെ കഴിഞ്ഞ 16-17 ദിവസങ്ങളിൽ ബാംഗ്ലൂർ ലണ്ടൻ ഫ്ലൈറ്റിലും സുരക്ഷാ വീഴ്ചയുണ്ടായി. പൈലറ്റിന് 10 മണിക്കൂർ കൂടുതൽ സമയം ജോലി ചെയ്യിപ്പിച്ചു. ഒരു പൈലറ്റിന് 10 മണിക്കൂറാണ് ഇന്റർനാഷണൽ ഫ്ലൈറ്റിൽ ജോലി ചെയ്യാനുള്ള നിയമം അനുവദിക്കുന്നുള്ളൂ. ഇതിൽ കൂടുതൽ ജോലി ചെയ്യും. ഇത് സംബന്ധിച്ച മറ്റൊരു ഷോക്കോസ് നോട്ടീസും എയർ ഇന്ത്യക്ക് നൽകിയിട്ടുണ്ട്. ഏതായാലും എയർ ഇന്ത്യയുടെ വിമാനവും ഓപ്പറേഷനും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായ സൂക്ഷ്മതയോടെ പരിശോധിക്കുമെന്ന് തന്നെയാണ് ഈ DGCയുടെ നോട്ടീസ് നമുക്ക് വെളിവാക്കുന്നത്. അപ്പോൾ തന്നെ ഏതായാലും എയർ ഇന്ത്യയിൽ കാര്യങ്ങൾ അത്ര ശുഭകരമല്ല. എയർ ഇന്ത്യയുടെ ലൈസൻസ് തന്നെ റദ്ദ് ചെയ്യുമെന്നുള്ള ഭീഷണിയുമായിട്ടാണ് കേന്ദ്ര സിവിൽ ഏവിയേഷൻ മന്ത്രാലയം ഇപ്പോൾ വന്നിരിക്കുന്നത്. ഏതായാലും എയർ ഇന്ത്യ ഇതിനോട് ഉടനെ തന്നെ പ്രതികരണം ഉണ്ടാവും. ആദ്യം നൽകിയ പ്രതികരണത്തിൽ എയർ ഇന്ത്യ വ്യക്തമാക്കിയത് അഗ്രിവേറ്റർ, അതായത് ഇത് റെഗുലേറ്ററി അതോറിറ്റി നൽകുന്ന എല്ലാവിധ നിർദ്ദേശങ്ങളും പാലിക്കുമെന്ന ഒരു വാചകം മാത്രമാണ് ഇപ്പോൾ എയർ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഈ ഷോക്കസ് നോട്ടീസിന്റെ ലഭിച്ചതിന് ശേഷമുള്ള ഒരു പ്രതികരണമായിട്ട് പുറത്തു വന്നിരിക്കുന്നത്. ഏതായാലും സീനിയറായ 3 ഉദ്യോഗസ്ഥർ, ഉത്തരവാദിത്തമുള്ള 3 ഉദ്യോഗസ്ഥർക്ക് നടപടി ആവശ്യപ്പെട്ടു എന്നതാണ് ഈ സിവിൽ ഏവിയേഷൻ DGCയുടെ പ്രധാനപ്പെട്ട നോട്ടീസിലെ പ്രധാന കാതലായ വശം. പോത്തൻ. ഓക്കെ, അപ്പോൾ DGCA തുടർച്ചയായി ഉണ്ടാകുന്ന സുരക്ഷാ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് എയർ ഇന്ത്യക്ക് കർശനമായ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. 3 ഉന്നത ഉദ്യോഗസ്ഥരെ മാറ്റണം എന്നുള്ളതാണ് ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ ഇപ്പോൾ എയർ ഇന്ത്യക്ക് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. ഇല്ലെങ്കിൽ ഓപ്പറേഷൻ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുമെന്ന് എന്ന മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. സീനിയർ ഫ്ലൈറ്റ് ഓപ്പറേറ്റിംഗ് മാനേജർ അടക്കം 3 പേരെ 10 ദിവസത്തിനകം മാറ്റണം എന്നുള്ളതാണ് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. ശരത് ലാലാണ് വിവരങ്ങൾ നൽകിയത്. അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന്റെ ഉൾപ്പെടെ പശ്ചാത്തലത്തിൽ ശക്തമായ വിമർശനം ഏൽക്കുന്നതിനിടയിലാണ് DGCയുടെ മുന്നറിയിപ്പ് എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്.